എല്ലാവർക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള പബ്ലിക് എക്സാം റിവിഷൻ ഫ്രം പ്രോബബിലിറ്റി. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. പക്ഷേ കുട്ടികളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ചോദ്യമാണ്. നമ്മൾ കൂടുതലും ഇൻഡിപെൻഡൻറ്റ് ഇവൻസും ബേസ് ഇയറൊക്കെ പഠിക്കുമെങ്കിലും ഈ ചോദ്യം അതിൽ നിന്നൊക്കെ മാറിയുള്ള ഒരെണ്ണമാണ്. ഇവനെ പഠിച്ചോണം. ഇത് പബ്ലിക് എക്സാം സ്പെഷ്യൽ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഈ ചോദ്യം കാണും. പക്ഷെ ആർക്കും ഇത് ചെയ്യാനുള്ളത് അറിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ളതിനെയൊക്കെ തിരഞ്ഞു പിടിച്ചങ്ങോട്ട് തരുന്നത്. അടിപൊളിയായിട്ട് പഠിക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് തകർക്കുക. എല്ലാവരോടും എത്തണം. ഒറ്റ കാര്യം, ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ. എ ആൻഡ് ബി ആർ 2 സ്റ്റുഡൻസ്. 2 പേരാണ്. ഇവർക്ക് 2 പേർക്കും ഓരോ ചോദ്യങ്ങൾ കൊടുത്ത് ചെയ്യാൻ, കേട്ടോ. നമ്മളിപ്പം ക്വസ്റ്റ്യൻ പറയും ഇങ്ങനെ, എയും ബിയും 2 സ്റ്റുഡൻസ് ആണ്. അവർക്ക് ക്വസ്റ്റ്യൻ കൊടുത്ത് ചെയ്യാൻ. എ ചെയ്യാനുള്ള സാധ്യത 1/2, ബി ചെയ്യാനുള്ള സാധ്യത 1/3. 2 പേരും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേർഡാണ് ഇതിൻ്റെ കീ. ഈ വേർഡ് ഉണ്ടാവും. അപ്പോഴേ ഓർക്കണം ഇത് ഇൻഡിപെൻഡൻറ്റ് ഇവൻസിലെ ക്വസ്റ്റ്യൻ ആണെന്ന്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരും ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? നെക്സ്റ്റ് പ്രോബ്ലം ഈസ് സോൾവ്ഡ്. എങ്ങനെയെങ്കിലും ചെയ്തുകൊണ്ട് വരാൻ നമ്മളിതിലെ 2 പേരത്ത് എങ്ങനെയും ചെയ്തുകൊണ്ട് നീ ഒന്നോ അല്ലെങ്കിൽ 2 പേരുടെ ഇരുന്നോ ആ പ്രോബ്ലം ചെയ്യാം. അങ്ങനെയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 2 പേരും ചെയ്തിരിക്കണം. ഇതങ്ങനെയല്ല, പ്രോബ്ലം ഒന്ന് ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയും ചെയ്തുകൊണ്ട് പോവാം. അടുത്തത് നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. ആരും ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി. അടുത്തത് എക്സാക്ട്ലി 1. ഒരാൾ മാത്രം ചെയ്യാനുള്ളത്. കണ്ടോ, ഈ പ്രോബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മൈൻഡ് മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ ഇല്ല. അതാണ് ഈ പ്രോബിലിറ്റി പഠിക്കാൻ കുട്ടികളുടെ ആളില്ല. ഈ ഡിഗ്രിക്കൊക്കെ പോകുമ്പം വളരെ കുട്ടികൾ കുറവാണ്. ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പഠിക്കുന്നത്, പ്രോബിലിറ്റിയുടെ കണ്ടിന്യൂഷൻ കോഴ്സായിട്ട്. പക്ഷേ ആരും പോകാറില്ല, കാരണം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോകുന്നവർക്ക് പക്ഷേ എളുപ്പം ജോലിയും കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയും കഥ പറച്ചിലൊക്കെ നിർത്തിക്കൊണ്ട് പ്രോബ്ലത്തിലൂടെ കയറാം. അപ്പോൾ നമുക്ക് ഇതിന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് എഴുതുന്നത് പി ഓഫ് എ ഈക്വൽ ടു 1/2 എന്നാണ്. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന കുട്ടി ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2. ബി എന്ന് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്ര? 1/3. ദാറ്റ് ഈസ് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/3. അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എത്ര ആയിരിക്കും മോനെ? വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്? എ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി. എ ചെയ്യാനുള്ളത് 1/2 ആണെങ്കിൽ ചെയ്യാതിരിക്കാൻ 1 - 1/2. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്, ബി ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി 1 - 1/3, 2/3. അത്രയേ ഉള്ളൂ. പിന്നെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി അങ്ങോട്ട് കളത്തിലോട്ട് കളിക്കാൻ ഇറങ്ങാൻ പോവാണ്. പി ഓഫ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. ദാറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ബോത്ത്. പി ഓഫ് ബോത്ത്, 2 പേരും ചെയ്യാൻ. അപ്പോൾ ഇൻ്റർസെക്ഷൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഇൻഡിപെൻഡൻറ്റ് വെച്ചുകൊണ്ടുള്ള റിസൾട്ട് ഉപയോഗിക്കണം. അല്ല പ്ലസ് 1 പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി അന്ന് പിടിച്ച് എഴുതി വെക്കല്ലേ. P of A intersection B can be written as P of A into P of B. That's all. That is equal to 1/2 into 1/3. Answer is 1/6. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? P of A intersection B, P of A into P of B എന്ന് എഴുതണം. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ യൂസ് ചെയ്യേണ്ട റിസൾട്ട്. അപ്പോൾ ഒന്നാമത് കിട്ടി. നെക്സ്റ്റ് എന്താണ്? പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ? ദാറ്റ് ഈസ് P of A യൂണിയൻ B. എന്താ യൂണിയൻ്റെ മീനിങ്? അവിടെ ആ മീനിങ് വെച്ചുകൊണ്ട് നമുക്കിത് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായോ? ഈ മനസ്സിലാവണമെങ്കിൽ യൂണിയൻ്റെ മീനിങ് അറിഞ്ഞെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഈ ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലാകത്തുള്ളൂ. ആ കണക്ഷൻ യൂണിയൻ എന്ന് പറയുന്നത് മീനിങ് എയോ ബിയോ 2 പേരുമോ എന്നുള്ള മീനിങ്ങാണ്. നമ്മളറിയാം. അതിൻ്റെ വെണ്ടേഗരം വരച്ചാൽ ഫുൾ ഷെയ്ഡ് ചെയ്യും. എ യൂണിയൻ ബിയുടെ വെണ്ടേഗരം നിങ്ങൾ കണ്ടുണ്ട്. എയും ബിയും ഫുൾ എങ്ങും മിസ്സിങ് ഇല്ല. അതുകൊണ്ടാണ് എ യൂണിയൻ ബി എന്ന് ആരെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് വന്നാൽ മതി. ദാറ്റ് ക്യാൻ ബി ഫോർമുല ആരാണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എല്ലാം നമ്മുടെ ഉണ്ട് പോലെ. എ ഉണ്ട്, ബി ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്. അങ്ങോട്ട് കൊടുത്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/3 മൈനസ് 1/6. ഇത് നമുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് 3 × 1 3, 2 × 1 2, 2 × 3 6 മൈനസ് 1/6. ആൻസർ 5/6 മൈനസ് 1/6 4/6 എന്ന് ഫൈനൽ ആൻസർ കിട്ടും കേട്ടോ. വാട്ട് ഈസ് 3 + 2 5. 5/6 മൈനസ് 1/6 ഈക്വൽ ടു 4/6. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ നമുക്കത് കിട്ടി. നെക്സ്റ്റ് പി ഓഫ് നൺ ഓഫ് ദം. ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നെയ്തർ നോറിൻ്റെ ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. അതുകൊണ്ട് പോലെ 1/2 ഇവിടെ ഉണ്ട് അല്ലേ. 1/2 പിന്നെ 2/3 ഇല്ലേ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 2/3. ആൻസർ ഈസ് 1/3. 2 ക്യാൻസൽ കേട്ടോ. അതും ഓക്കെ ആയി. എക്സാക്ട്ലി 1. വാട്ട് ഈസ് മെൻ ബൈ എക്സാക്ട്ലി 1 ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം? എക്സാക്ട്ലി എന്തായിരിക്കും മീനിങ്? എളുപ്പം ഒന്ന് ആലോചിച്ചേ.
രണ്ടുപേരും ഇതൊരു പ്രോബ്ലം കൊടുത്തു. ഒരാൾ മാത്രം ചെയ്തുകൊണ്ട് വരാനുള്ള പ്രോബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എ മാത്രം ചെയ്തുകൊണ്ട് വന്നു, ആ സമയത്ത് ബി ചെയ്യരുത്. ആ സമയത്ത് ബിയുടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒരാൾ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എ ചെയ്തുകൊണ്ട് വരുന്നു, ബി ചെയ്യുന്നില്ല. ബി ചെയ്തുകൊണ്ട് വരുന്നു, എ ചെയ്യുന്നില്ല. അവിടെയാണ് അപ്പോൾ രണ്ട് കേസ് ഉണ്ട് ഇവിടെ അല്ലേ. അപ്പം രണ്ട് കേസിനെ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെ രണ്ട് കേസസ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് പി ഓഫ് ആൻസർ എഴുതുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് രണ്ടാക്കാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, ഞാൻ ഇവിടോട്ട് ബാക്കി എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ എല്ലാം ഉണ്ട് ഇവിടെ 1/2. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് 2/3 പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഓൾസോ അഗെയിൻ 1/2 ആൻഡ് പി ഓഫ് ബി ഈസ് 1/3. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കേണ്ട. 1 × 2 2/6, 1 × 1 1/6, ആൻസർ ഈസ് 3/6. ഫൈനൽ ആൻസർ അഗെയിൻ 1/2. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു നമ്മളുടെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരുമേ ശ്രദ്ധിക്കപ്പെടാത്ത പബ്ലിക് എക്സാമിന് ഇങ്ങനെ കയറി വരുന്ന ക്വസ്റ്റനാണ്, പഠിച്ചോണം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ മനസ്സിലായെങ്കിൽ, മുഴുവനായിട്ട് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരാളായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ കീം NDA എൻട്രൻസിന് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള മാത്സ് കിട്ടി നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്സിൽ കൂടെയും ട്രിക്സിൽ കൂടെയും എക്സാമിനെത്താൻ പറ്റും. ഓക്കെ, ഗുഡ് ബൈ.